ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മമ്മ നമ്മളെയൊക്കെ വിട്ടു പോയിട്ടോ. നമ്മുടെ അമ്മമ്മ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ അമ്മ. അപ്പം നമ്മൾ അവിടെ ഉള്ളത് അതാ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ്, വയലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാ ഇപ്പം കാണിച്ച മലയില്ലേ, അതാണ് നമ്മുടെ ഇടയ്ക്കൽ കേവ്സ് കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ ബത്തേരിക്ക് പോവാണ്. കുറേ ആയിട്ടോ ഞാൻ വീടിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട്. അപ്പം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ബത്തേരി പോവാം. ബത്തേരി പോകുന്നതിന് ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ അവിടെ വഴിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് വണ്ടിയൊന്നും വണ്ടി കയറണ്ട, അറ്റ്ലീസ്റ്റ് നമുക്ക് നടക്കാനുള്ള വഴിയെങ്കിലും മര്യാദയ്ക്ക് ശരിക്കും അവിടെ ഇല്ല. നമ്മളെ വഴിതരും എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴി കിട്ടട്ടെ അല്ലേ. അങ്ങനെതാ നമ്മൾ ബത്തേരിയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അതിനിടയ്ക്ക് കുറച്ച് കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതിന് വേണ്ടിയിട്ടാട്ടോ ഈ മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കല്ലുവയിൽ പുതിയ പമ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് വ്ളോഗേഴ്സൊക്കെ വന്ന് മറ്റേ പെട്രോൾ ചലഞ്ചൊക്കെ നടത്തിയ ഒരു ഇതാട്ടോ അവിടെ. അങ്ങനെ നമ്മളിതാ ബത്തേരി എത്തി കേട്ടോ. ബത്തേരി നമ്മുടെ ഹോം ടൗൺ ആണെന്ന് പറയാൻ തന്നെ ഒരു പ്രൗഡ് ഫീലിംഗാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബത്തേരി എല്ലാവർക്കും സുപരിചിതമായ സ്ഥലമാണ് അല്ലേ. ക്ലീൻ സിറ്റിയാണ്. നമുക്ക് എവിടെ ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ആ സൈഡിലൂടെ കൊടുത്തേക്കുന്ന ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ബത്തേരിനെ കൂടുതൽ ഭംഗിയാക്കുക. ഏത് ടൗണിൽ പോയാലും നമ്മുടെ ബത്തേരി വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഫീലുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മളിതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഇട ദിവസമാണെങ്കിലും ഒഴിവ് ദിവസങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ബത്തേരിയിൽ എപ്പോഴും തിരക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി പോവുക കേട്ടോ. ഇപ്പോൾ എൻ്റെ ഹബ്ബിൻ്റെ ഒരു ലുക്ക് ഉണ്ട് കണ്ടോ. ഞങ്ങൾ ഒരുമിച്ച് നോക്കി, അത് കോയിൻസിഡൻസ് ആട്ടോ. അങ്ങനെ നമ്മൾ പരാഗിലാണ് എത്തിയത്. പരാഗിനെ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല, പരാഗിൻ്റെ ഔട്ട്ലെറ്റ് എല്ലായിടത്തും ഉണ്ട്. നമ്മളൊരു തുണിയൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ തുണിയൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മുടെ ജൂബിലി റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നമ്മൾ നോമ്പിലായതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ട് ബലിയിടുന്നുണ്ട് കേട്ടോ. അത് കാരണം നമ്മൾ നോമ്പിലായതുകൊണ്ട് വെജ് മീൽസാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് ആ കാണുന്ന കുഞ്ഞ് ഐസ്ക്രീം 150 രൂപയാണ് ഗൈസ്. അതൊക്കെ ഭയങ്കര വലിയ പൈസയല്ലേ അല്ലേ. ഒരു 10 രൂപേൻ്റെ കപ്പ് ഐസ്ക്രീമിൻ്റെ അത്രയും ഉള്ളത്. ബട്ട് എന്തിനാണ് അത്രയും വിലയൊക്കെ കൊടുക്കുന്നതല്ലേ. അതൊക്കെ പോട്ടെ. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ ബുള്ളറ്റ് സർവീസിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ചക്കനെ ഒന്ന് നമ്മൾ ഫുൾ ഫർണിഷ് ചെയ്ത് പുതിയൊരു ലുക്കാക്കി എടുക്കണം കേട്ടോ. ആഗ്രഹമുണ്ട് എടുക്കണമെന്ന്. ബട്ട് നമ്മൾ ഇതൊക്കെ ആക്കി എടുത്തിട്ട് സെയിൽ ചെയ്യുവാണ് കേട്ടോ. ആ സെയിൽ ചെയ്യുന്നതിൻ്റെ കാരണമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മുടെ ബുള്ളറ്റൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് നമുക്ക് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു നഴ്സറിയിലേക്കാണ് പോയത്. ഈ നഴ്സറി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെറുപ്പത്തിൽ ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ നഴ്സറിന്ന് എഴുതി വെച്ചേക്കുന്നതാണ്. ഞാർക്ക് കുട്ടികളൊക്കെ ഉള്ള നഴ്സറിയാണെന്നാണ്. പിന്നെ ഒരു ബോധം വെച്ചതിന് ശേഷമാണ് നഴ്സറി ഇതും ഒരു നഴ്സറിയാണെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മളിതാ കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കുറേ തൈകളും ചെടികളും എന്തായാലേ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ട സാധനം മേടിക്കാൻ വേണ്ടി നമ്മൾ എത്തിയിട്ടോ. ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എൻ്റെ കണ്ണൊന്ന് അത്ഭുതപ്പെട്ടു ഗേസ്. കാരണം എന്തോരം വ്യത്യസ്ത തരം മീനുകളാണ് അവിടെ. എനിക്കിതിൻ്റെ ഒന്നും പേര് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് അറിയത്തില്ല. എന്നാലും ഗോൾഡ് ഫിഷും ഫൈറ്റേഴ്സും ഗപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ ഫിഷുകളുണ്ട് കേട്ടോ. ഫിഷുകൾ മാത്രമല്ല, ഫിഷ് ടാങ്കുകളുണ്ട്, നമ്മുടെ പെറ്റ്സിൻ്റെ ഫുഡ്സ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളും ലൈറ്റും പിന്നെ നമ്മുടെ അക്വേറിയം നന്നായിട്ട് മോഡിഫൈ ചെയ്യുന്ന സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. കുറേ മീനുകൾ നമ്മൾ 2 തരം മീനുകളെ മേടിച്ചു. 2 തരം മീൻസ് രണ്ട് സെറ്റായിട്ട് 4 മീനുകളെ മേടിച്ചു കേട്ടോ. നല്ല അടിപൊളി മീനുകളാട്ടോ. പക്ഷേ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഗീസ്, പറഞ്ഞുതരാം. നമ്മൾ ഇതിനൊന്നും അല്ല വാങ്ങിയത്. ഇത് ഗോൾഡ് ഫിഷാണ്. ഇതുമല്ല നമ്മൾ വാങ്ങിയത്. യെസ്, ചേച്ചി എടുക്കുന്ന ഈ 2 മീനുകളെ നമ്മൾ വാങ്ങി. പിന്നെ വേറൊരു 2 മീനുകളെ വാങ്ങി കേട്ടോ. 2 മീനുകളെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 2 കൂടുകളിലാക്കി തന്നു കേട്ടോ. ഇതിനെയൊക്കെ കണ്ടിട്ട് കാശിക്കുട്ടൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാശിക്കുട്ടൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ കൈയിട്ട് എല്ലാത്തിനും പിടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനൊന്നും അവനെ അനുവദിക്കില്ലല്ലോ, കുട്ടികളുടെ മനസ്സല്ലേ അല്ലേ. അങ്ങനത്തെ നല്ല രസമുണ്ട് കേട്ടോ. ഫിഷ് ആ ഗോൾഡിൽ ഒരു ബ്ലാക്കൊക്കെ ആയിട്ട് നല്ല ഫിഷിൻ്റെ പേരെനിക്ക് അറിയത്തില്ല കേട്ടോ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഈ ഫിഷാണ്. അങ്ങനെ കാശിക്കുട്ടൻ അതിനെ കയ്യിലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അവന് പൊന്തുന്നില്ല. എൻ്റെ കുട്ടിയും കുഞ്ഞല്ലേ, അപ്പോൾ അവൻ മെല്ലെ അതിന് താഴെയൊക്കെ വെച്ചു.
അങ്ങനെ നമ്മൾ മീനിനെയൊക്കെ മേടിച്ചിട്ട് റിട്ടേൺ പോകാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. പക്ഷെ മീനിനെ മാത്രമല്ല കേട്ടോ നമ്മളവിടെ നിന്ന് മേടിച്ചത്. ഇപ്പം എൻ്റെ ഒരു കുറച്ച് കോപ്രായങ്ങളുണ്ട് കേട്ടോ, അതൊന്നും കാര്യമാക്കണ്ട ഗൈസ്, എന്താ ചെയ്യുക. അങ്ങനെ നമ്മൾ മീനിനെ മാത്രമല്ല മേടിച്ചത്, മീനിൻ്റെ നമ്മുടെ ഫിഷ് ടാങ്കിലേക്കുള്ള മോട്ടറും പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അക്വേറിയം ഒന്ന് അലങ്കരിക്കാൻ കുറച്ച് സാധനങ്ങളും കൂടി നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചേച്ചി അടുത്ത മീനിനെ എടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല ഗൈസ്, ഞാൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരും, ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. കുറേ വ്യത്യസ്ത തരമായ കുറേ ഫിഷുകളുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ചേച്ചി നമുക്ക് വേണ്ട മീനുകളൊക്കെ എടുത്ത് 2 കവറിലൊക്കെ ആക്കിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഫിഷിന് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സുന്ദര കുട്ടപ്പന്മാർ 4 ഫിഷ് കുട്ടികളെയൊക്കെ മീൻ കുട്ടികളെയൊക്കെ മേടിച്ചിട്ട്, അപ്പോൾ ഇതാണ് നമ്മുടെ മീൻകുട്ടികൾ കേട്ടോ. നല്ല രസമില്ലേ കാണാൻ. അതിനിടയ്ക്ക് കാശിക്കുട്ടൻ്റെ ഓരോ കളികൾ കേട്ടോ. അവൻ ആ ചാക്കിൻ്റെ ഇടയിലൊക്കെ കയറി ഒളിച്ചേ കണ്ടേ കളിക്കുകയാണ് കേട്ടോ. അവനിങ്ങനെ എല്ലായിടത്തും വന്നാൽ അവനെ അവൻ്റെ വഴിക്ക് വിട്ടേക്കണം, അതാണ് അവന് ഏറ്റവും ഇഷ്ടം. അവനെ പിടിച്ചു വെക്കാൻ പോയാൽ ഭയങ്കര എന്താ പറയുക, ചക്കൻ വേറെ സീനാവും ഗൈസ്. കണ്ടോ, എൻ്റെ ചെക്കൻ കുറച്ച് ടെററാണ് ഗൈസ്, കണ്ടോ. അങ്ങനെ കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് കോപ്രായങ്ങൾ നിങ്ങൾ കണ്ടോ കേട്ടോ. അങ്ങനെ കാശിക്കുട്ടൻ്റെ ചാക്കിൻ്റെ മേലെ നിന്നൊക്കെ ഞങ്ങൾ പൊക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് കേട്ടോ. കാശിക്ക് എവിടെ പോയാലും കാശി ഇങ്ങനെ കളിച്ച് തിമിർത്ത്, അവൻ്റെ പ്രായത്തിൻ്റെ അല്ലേ, അവനിങ്ങനെ കളിക്കണം. ഇതാണ് ആ കട കേട്ടോ. കുറേ സാധനം നമുക്ക് എന്ത് വേണോ അവിടെ പോയാൽ ആവശ്യമുള്ളതൊക്കെ കിട്ടും കേട്ടോ. എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അങ്ങനെ കുറച്ച് കുട്ടി നമ്മുടെ മക്കളെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കാര്യമൊക്കെ അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അവർ ചോദിച്ചു, നിങ്ങൾ വ്ളോഗേഴ്സാണോ? ഞാൻ പറഞ്ഞു വളർന്നു വരുന്ന ചെറിയ വ്ളോഗേഴ്സ്, അഥവാ വളർന്നാലും അല്ലേ. അങ്ങനെ നമ്മൾ ചാനലൊക്കെ അവർക്ക് പറഞ്ഞൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ കുറച്ച് അത് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ പൂച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളും മോട്ടറൊക്കെയാണ്. കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവിടെ ഫിഷിനെ നോക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് പോകുന്ന ടൈമായി. ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് കോപ്രായങ്ങൾ നിങ്ങൾ പിന്നെയും കാണണം ഗൈസ്. ഈ ക്യാമറമാൻ എൻ്റെ മുഖത്തേക്ക് ക്ലോസപ്പിൽ വെച്ചേക്കുവാണ്. ഇപ്പം ടൈം ഒരു 4 മണി 4:15 ഉണ്ടായിരുന്നു. കുറേ കുട്ടികളൊക്കെ ഉണ്ട്. എനിക്ക് ഈ വണ്ടി കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഓടി 2 എണ്ണം ഉണ്ട്. അത് പോലീസ് പൊക്കി ഗൈസ്, എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, പോലീസ് പൊക്കി. പക്ഷേ അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുറന്നു. നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് സ്കൂൾ കുട്ടികളെ കണ്ട്. ഇവരെ നമ്മൾ ആദ്യം കണ്ടു കേട്ടോ. അപ്പോൾ ഇവർ നമുക്ക് ഹായ് ഒക്കെ തന്നു. നമ്മുടെ വണ്ടി കണ്ടിട്ടാണെന്ന് തോന്നുന്നത്. ഹായ് ഒക്കെ തന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവരെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന് ഒരു വീഡിയോ എടുത്തേ. അങ്ങനെ വണ്ടിയൊക്കെ അവിടെ കൊണ്ടുപോയി സൈഡാക്കി കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. കാശിക്കുട്ടനും അച്ഛനും വരുന്നുണ്ട്. വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവർ വരുന്നത് ഞങ്ങളിവിടെ ഇറങ്ങി കേട്ടോ. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടുന്ന് ഇതൊക്കെ എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് വരണ്ടല്ലോ. കാരണം ഞങ്ങളിവിടെ ഇറങ്ങി. അതാണ് ഗൈസ് ഞാൻ ആദ്യം പറഞ്ഞ വഴി പ്രശ്നം. നമുക്ക് വഴിയില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം. സാരില്ല, അതൊക്കെ വരുമായിരിക്കുമല്ലേ, ഇനി വരുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ കാശിക്കുട്ടനും അച്ഛനും വരുന്നു. മഴയൊക്കെ ഉള്ള ടൈം ആയതുകൊണ്ടാണ് കേട്ടോ, ഭയങ്കര സീനാണ്. എന്തായാലും ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാലാണ് നമ്മൾ പെട്ടുപോവുക. അങ്ങനെ കണ്ടോ, ഇതാണ് നമ്മുടെ വഴി. ഭയങ്കര ശോകമാണ്. പക്ഷെ നമ്മുടെ അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ് ഗൈസ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഒരു സന്ധ്യ സമയത്തൊക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ആണ്. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അറിയാമല്ലോ നമ്മുടെ വഴീൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും. അതാണ് നമ്മുടെ എടക്കൽ കേവ്സ്. നമ്മൾ ബത്തേരിക്കാരായതുകൊണ്ട് തന്നെ നമ്മൾക്ക് എടക്കൽ കേവ്സും കാര്യങ്ങളും എല്ലാം അടുത്താട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടോ. കാലിൽ ചെളിയൊക്കെ ആവും, വയലിൽ കൂടെയല്ലേ വരുന്നേ, സ്വാഭാവികം. അപ്പോൾ ഇതാണ് നമ്മുടെ പൂച്ചക്കുട്ടിയുണ്ട്. നമുക്ക് 2 പട്ടിക്കുട്ടികളുണ്ട്. നമ്മുടെ അച്ഛൻ നമ്മുടെ പൂച്ചക്കുട്ടീനെ മണിക്കുട്ട എന്നൊക്കെ വിളിക്കും കേട്ടോ. നമ്മൾ പേശു എന്നും വിളിക്കും. ഇഷയും ഇത് ജിംബ്രുവാണേ. അങ്ങനെ ചെളിയൊക്കെ കഴുകുകയാണ് കേട്ടോ. ഞാൻ ഭയങ്കര സീനാണ് ഗൈസ്. വഴി വരാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അധികൃതർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വഴി തരണം. അങ്ങനെ നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ റെസ്റ്റ് ചെയ്യുക കേട്ടോ വന്നിട്ട്. അതിന് എൻ്റെ ഹബ്ബിതാ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രസമായി. അതിൻ്റെ ലാസ്റ്റുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മോട്ടറൊക്കെ പിടിപ്പിച്ചപ്പോൾ നല്ല രസമായി. അപ്പം ഇനിയുള്ള വ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് എല്ലാം സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആ രാത്രിയിലെ ഒരു വ്യൂ ആണ് ഇത്. ആ ലൈറ്റൊക്കെ കൊടുത്തപ്പം അടിപൊളിയാണ്. നല്ല രസമില്ലേ കാണാൻ. അപ്പം ഞാൻ പറഞ്ഞതാ, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സന്ധ്യാസമയത്തുള്ള ആ വ്യൂ ഇല്ലേ, എന്താല്ലേ ഭംഗി, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.